യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നോമ്പുകാല ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ആത്മീയമായി പരിപോഷിപ്പിക്കുന്നതും മനോഭാവങ്ങളെ പുതുക്കുന്നതും സാഹചര്യങ്ങളെ ക്രിയാത്മകമായി നേരിടുവാൻ ശക്തീകരിക്കുന്നതുമാകുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനം അതിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൽ പറഞ്ഞാരംഭിക്കുന്നത് ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളെ കുറിച്ചാണ്. 4-ാം അധ്യായം ആരംഭിക്കുന്നു, നിങ്ങളിൽ കലഹവും ഷണ്ടയും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ചയിൽ നിന്നല്ലയോ? നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ച നമ്മുടെ സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥതയിൽ നിന്നുമാണ് ജീവിതത്തിൽ കലഹവും ഷണ്ടയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ ഗണ്യമാക്കാതെ, അവരുടെ വേദനകളെ നോക്കാതെ, ഗൗനിക്കാതെ ജീവിക്കുന്നത് നമുക്ക് തന്നെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായി തീരുന്നു. അതുകൊണ്ട് 2-ാം വാക്യം ആരംഭത്തിൽ പറയുകയാണ്, നിങ്ങൾ മോഹിച്ചിട്ടും ഒന്നും പ്രാപിക്കുന്നില്ല. മാത്രമല്ല, ഇത് പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി തീർക്കുന്നു. കാരണം അത് അസൂയയിലേക്കും കൊലപാതകത്തിലേക്കും അല്ലെങ്കിൽ കൊല്ലുന്ന ഒരു മനോഭാവത്തിലേക്കും മറ്റുള്ളവരെ നശിപ്പിക്കുന്ന മനോഭാവത്തിലേക്കും നയിക്കുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല എന്ന് ലേഖനകർത്താവ് പറയുകയാണ്. അതായത് മനുഷ്യന്റെ പരാക്രമങ്ങൾ, ജീവിതം സന്തോഷകരമാക്കി തീർക്കുവാനുള്ള പരാക്രമങ്ങൾ, അവന്റെ യത്നങ്ങൾ ഒന്നും വിജയം കണ്ടെത്തുന്നില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അതിന് വിജയം കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്ന് ലേഖനകർത്താവ് 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെ പറയുകയാണ്. ഒന്നാമതായി വരുത്തേണ്ടുന്ന 5 മാറ്റങ്ങളെ കുറിച്ച് യാക്കോബ് ലേഖകൻ പറയുന്നു. ഒന്നാമതായി, ആവശ്യങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് ലേഖനകർത്താവ് പറയുകയാണ്, നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. 2, ദൈവഹിത പ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്. അതുകൊണ്ട് ലേഖനകർത്താവ് 3-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ടൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് സ്വാർത്ഥപരമായിട്ടല്ല, ദൈവഹിത പ്രകാരം യാചിക്കുവാൻ നാം പഠിക്കണം. 3-ാമത്, നാം താഴ്മയുള്ളവരായി തീരണം. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന് ലേഖനകർത്താവ് 6-ാം വാക്യത്തിലും 7-ന്റെ ആരംഭത്തെങ്കിലും പറയുകയാണ്. അപ്പോൾ എല്ലാം നമ്മുടെ തന്നിഷ്ടപ്രകാരം നേടിയെടുക്കാം എന്നുള്ളതല്ല നമ്മുടെ ചിന്ത. ദൈവത്തിന് കീഴടങ്ങി ദൈവ കൃപയാൽ ദൈവം നമ്മുടെ കാര്യം നടത്തിത്തരുമെന്ന് ചിന്തിക്കുന്ന താഴ്മയുള്ള മനോഭാവം, അവിടെയാണ് ദൈവത്തോടുള്ള ബന്ധം ഉണ്ടാകുന്നത്. അങ്ങനെ ദൈവത്തോടുള്ള ബന്ധം ഉണ്ടാകുമ്പോൾ 4-ാമത് ലേഖനകർത്താവ് പറയുകയാണ്, നാം വെടിപ്പുള്ളവരും ശുദ്ധിയുള്ളവരും ആയി തീരും. നാം ദൈവത്തോട് പ്രാർത്ഥനയിൽ താഴ്മയുള്ളവരായി അടുത്തു ചെല്ലുമ്പോൾ ദൈവം നമ്മോട് അടുത്തു വരികയും ദൈവം നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 5-ാമത് യാക്കോബ് ലേഖനം 4-9 പറയുകയാണ്, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അനുതാപമുള്ളവരായി നിങ്ങൾ ജീവിക്കണം. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, യഥാർത്ഥമായ അനുതാപം, താഴ്മയുള്ള ഹൃദയം, ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, സന്തോഷപൂരിതമായി തീരുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഈ 5 മനോഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകുവാൻ ഈ നോമ്പുകാലത്ത് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരും ദൈവഹിതപ്രകാരം യാചിക്കുന്നവരും താഴ്മയോടെ ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുന്നവരും, അങ്ങനെ അടുത്തു ചെല്ലുമ്പോൾ ശുദ്ധീകരണം പ്രാപിക്കുന്നവരും, ശുദ്ധീകരണം പ്രാപിക്കുവാൻ യഥാർത്ഥമായ അനുതാപമുള്ളവരുമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകളാൽ ഈ നോമ്പുകാലത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നോമ്പുകാലം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ. യഥാർത്ഥ താല്പര്യത്തോടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനും അങ്ങയോട് അഭയാചന കഴിക്കുവാനും അതിൽ നിന്ന് നന്മകൾ പ്രാപിക്കുവാൻ അനുഭവിക്കുവാനും ഞങ്ങൾക്ക് യഥാർത്ഥമായ അനുതാപവും ശുദ്ധീകരണവും ഒക്കെ നൽകി തന്ന് തിരുസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ.